സ്ത്രീകൾ തന്നെ ചോദിച്ചു തുടങ്ങി, എന്താ നമ്മുടെ ചെക്കന്മാരെയൊക്കെ ആക്രി കൊടുത്ത് മേടിച്ചാണോ? അവരെ തെറ്റു പറയാൻ പറ്റില്ല കേട്ടോ. ഒരു സംഘടനക്കും നമ്മുടെ പുരുഷന്മാരെ വേണ്ട, സർക്കാരിന് വേണ്ട. ഇപ്പൊ KSRTC തന്നെ സൗജന്യ യാത്ര സ്ത്രീകൾക്ക് കൊടുക്കണത് എന്തെങ്കിലും സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ ഉണ്ടാന്നാണ് ഒരു പെൺകുട്ടി ചോദിക്കുന്നത്. പിന്നെ പറയുന്നുണ്ട്, പുരുഷന്മാർക്ക് ആളൊന്ന് വെച്ച് പണം കായ്ക്കുന്ന മരമൊന്നും കൊടുത്തിട്ടില്ലല്ലോ, സ്ത്രീകൾക്ക് മാത്രം സൗജന്യമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ സ്ത്രീ സുരക്ഷയുടെ ഭാഗമായിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ പുരുഷന്മാരുടെ സുരക്ഷ ആര് നോക്കും? പുരുഷനെതിരെ കള്ളക്കേസ് കൊടുക്കുന്ന സ്ത്രീകളുണ്ട്. ദേ അവൻ എന്നെ നോക്കി സ്ത്രീത്വത്തെ അപമാനിച്ചു, അവൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ അവനെതിരെ കേസ് കൊടുക്കുന്ന നമ്മുടെ ഈ കാലഘട്ടത്തിൽ പുരുഷന് വേണ്ടി സംസാരിക്കാൻ കുറച്ച് പെൺകുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ, ചുണയുള്ള പെൺകുട്ടികളുണ്ട്. ഇപ്പോൾ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് യാത്ര കൊടുക്കുന്നതിനെ എതിർക്കുന്ന സ്ത്രീകൾ തന്നെയുണ്ട്. നമ്മൾക്ക് വളരെയേറെ സാമ്പത്തിക നഷ്ടം വരുത്തും എങ്കിലും മൗനമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പുരുഷന്മാരുണ്ട്. KSRTC ബസ്സിലെ സൗജന്യ യാത്ര അനുവദിച്ച് അടങ്ങുന്നുണ്ടെങ്കിൽ പ്രായമായ ആൾക്കാരില്ലേ, ലിംഗവ്യത്യാസം ഇല്ലാതെ തന്നെ ഒരു വരുമാനമില്ലാത്ത പ്രായമായ ആൾക്കാരുണ്ട്, വിദ്യാർത്ഥിനികളുണ്ട്, അല്ലേ, വികലാംഗരുണ്ട്, അവർക്കൊക്കെ കൊടുത്തുകൂടെ? ഈ സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ എന്ത് കൂടുതലാണ് ഉള്ളതെന്ന് ഒരു പെൺകുട്ടി ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയുടെ വീഡിയോയുടെ അവസാന വാക്കുകൾ കേട്ട് കഴിഞ്ഞാൽ ആത്മാഭിമാനമുള്ള ഒരു സ്ത്രീയും ഈ സർക്കാരിൻ്റെ ആനുകൂല്യത്തിന് വേണ്ടി കാത്തിരിക്കില്ല. പുരുഷന്മാരാണ് അങ്ങനെ പറഞ്ഞെങ്കിൽ അല്ലേ, അവൻ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിൽ കേസ് കൊടുക്കും. വ്യക്തിയോടോ പാർട്ടിയോടോ അല്ല, നിയമത്തോടും നീതിയോടുമാണ്. നമ്മൾ ജീവിക്കുന്നത് ജനാധിപത്യ രാജ്യത്താണെങ്കിൽ നീതിയും സൗജന്യവും സംരക്ഷണവും കിട്ടേണ്ടത് ജനങ്ങൾക്കാണ്, സ്ത്രീകൾക്ക് മാത്രമല്ല. ഇന്ന് വർണ്ണത്തിലോ ജാതിയിലോ വിവേചനം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ലിംഗവിവേചനം? വേണ്ടി വന്ന തെങ്ങേ കയറാൻ അറിയാവുന്ന മിടുക്കികളും മീൻകറി വെക്കാൻ അറിയാവുന്ന മിടുക്കന്മാരുമുള്ള കേരളത്തിൽ ഇത്തരം ആനുകൂല്യങ്ങൾ പുതിയ തലമുറ അനുകൂലിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അധ്വാനിച്ച പൈസയ്ക്ക് ടിക്കറ്റ് എടുത്ത് ബസ്സിൽ യാത്ര ചെയ്യുന്ന എന്റെ അപ്പൻ ഒരു പുരുഷനായിരിക്കെ ഒരു സ്ത്രീ എന്ന ഞാൻ ഒരിക്കലും ഒരു ബസ്സിലും ഈ അന്യായ ആനുകൂല്യത്തിന്റെ പങ്കുപറ്റി ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യില്ല. വായ തുറന്ന് പറയണം, കണ്ണു തുറന്ന് കാണാൻ.